നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ജനാബ് കെ സി മൊയ്തീൻ കോയ ഖിറാഅത്ത് നിർവഹിക്കുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ്. അന്നജ്മു സ്സാഖിബ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്. യഖ്റുജു മിൻ ബൈനി الصلب والترائب. إنه على رجعه لقادر. يوم تبلى السرائر. وما له من قوة ولا ناصر. والسماء ذات الرجع والأرض ذات الصدع. إنه لقول فصل وما هو بالهزل. إنهم يكيدون كيدا وأكيد كيدا. فمهل الكافرين أمهلهم رويدا. صدق الله العظيم. السلام عليكم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ സന്ദർശനാർത്ഥം ഖത്തറിൽ വന്ന രണ്ട് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം പ്രമാണിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കേട്ട പരിചയവും കണ്ട പരിചയവുമുള്ള ജനാബ് കെ സി അബ്ദുല്ല മൗലവിയും ജനാബ് വി കെ ഹംസ സാഹിബുമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. ഈ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ജനാബ് കെ സി അബ്ദുല്ല മൗലവി സാഹിബ് പതിറ്റാണ്ടുകളായി കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ആയി കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക ദഅവത്തിൻ്റെതായ രംഗത്ത് അറിയപ്പെടുകയും എല്ലാവർക്കും പരിചയപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതിനു പുറമെ കേരളത്തിലെ ഇസ്ലാമിക ലോകത്ത് വളരെ ശ്രദ്ധേയങ്ങളായ വളരെയേറെ കൃതികൾ രചിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജനാബ് കെ സി അബ്ദുല്ല മൗലവി. ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കേണ്ടതില്ല. മുസ്ലിം ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച പരലോകം ഖുർആനിൽ എന്ന കൃതിയുടെയും അല്ലാഹു ഖുർആനിൽ എന്ന കൃതിയുടെയും ഇബാദത്ത് ഒരു സമഗ്ര പഠനം എന്ന കൃതിയുടെയും കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാരോപദേശങ്ങൾ കേൾക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ട് എന്നതിൽ നാം കൃതാർത്ഥരാണ്. ജനാബ് വി കെ ഹംസ സാഹിബ്, അദ്ദേഹം ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഒരു യുവ പണ്ഡിതനും കേരളത്തിൽ ഇസ്ലാമിക പത്രപ്രവർത്തന രംഗത്ത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുകയും ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ പരിപാടിക്ക് വേണ്ടതായ, അതായത് ഈ മഹാവ്യക്തിത്വങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഖത്തറിലെ ഏത് പള്ളിയിൽ വെച്ച് എവിടെ വേണമെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അനുവാദം നൽകിയ
റിയാസത്തുൽ മഹാക്കിം ശറയ്യയോട് ഞങ്ങൾക്ക് പ്രത്യേകം കൃതജ്ഞതയുണ്ട് എന്ന് ഇവിടെ എടുത്തോതുകയാണ്. കൂടാതെ ഈ പരിപാടിയെല്ലാം തന്നെ ടെലിവിഷൻ ക്യാമറയിൽ പകർത്തുന്നതിന് വേണ്ട ഏർപ്പാടുകളും റിയാസത്തുൽ മഹാക്കിം ശറയ്യ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ജനാബ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാഹിബ് അവർക്കും അതുപോലെ ഷെയ്ഖ് അബ്ദുള്ള ദബ്ബാഗനും അതുപോലെ ഈ പ്രവൃത്തി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ ആലിനും ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം പറയുന്നു. ഈ പരിപാടി എല്ലാം തന്നെ ശരിക്കും കേട്ടുകൊണ്ട് അത് അവസാനിക്കുന്നത് വരെ എല്ലാവരും ഇരിക്കണമെന്ന ആഹ്വാനത്തോടു കൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ജനാബ് KC അബ്ദുള്ള മൗലവിയാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قد أفلح من زكاها وقد خاب من دساها. സുഹൃത്തുക്കളെ, നമ്മെയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെ ജനിച്ചു വന്ന സകല മനുഷ്യരെയും അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, ഇന്ന് നിലവിലുള്ള കോടിക്കണക്കിനുള്ള ആളുകളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, ഇനി ഖിയാമത്ത് വരേക്കും ഈ ഭൂമിയിൽ വരാൻ പോകുന്ന എല്ലാ മനുഷ്യരെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. നിങ്ങൾക്കെല്ലാം അറിയാം, നാം എല്ലാം മരിച്ചു പോകും. നമുക്ക് മുമ്പ് ഇവിടെ വന്നവർ എല്ലാം മരിച്ചു പോയിരിക്കുന്നു. നാം ഇന്നോ നാളെയോ അടുത്ത ഭാവിയിലോ മരിക്കാനിരിക്കുകയാണ്. ഇനി വരുന്ന ആളുകളും ഈ ഭൂമിയിൽ വരുന്നവരൊക്കെ മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇവിടെ ഈ കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത്? നമുക്ക് ഗുണകരമായി ബാധിക്കുമോ അതല്ല ദോഷകരമായി സംഭവിക്കുമോ? ഇതിനെക്കുറിച്ച് വളരെയൊന്നും ചിന്തിക്കാൻ ഒരുപക്ഷെ നമ്മൾ മെനക്കെട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നല്ല, ഇത് സംബന്ധിച്ച് നമ്മുടെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശദീകരിച്ച് തന്ന ആ കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മിക്ക ആളുകളെ സംബന്ധിച്ചും
മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതുകൊണ്ട് ഇത് സംബന്ധിച്ച അല്പം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്കൊരു ശരീരമുണ്ട്, ഒരാത്മാവുമുണ്ട്. ശരീരവും ആത്മാവും കൂടിയതാണ് മനുഷ്യരെന്ന് പറയുന്ന നമ്മളൊക്കെ. ശരീരം എന്തെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് പറ്റുന്ന വൈകല്യങ്ങളും ഗുണങ്ങളും ഇതൊക്കെ മനസ്സിലാക്കാനും കണ്ടറിയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനെ വേണ്ട വിധം സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രോഗമാകുമ്പോൾ ചികിത്സിക്കാനും മറ്റു പലതും സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കാനും തീർച്ചയായും അപ്പോൾ തന്നെ നാം നടപടിയെടുക്കാറുണ്ട്. ദൃശ്യമായ ഈ ശരീരത്തെ വേണ്ട വിധം പരിപാലിച്ചു പോരുന്നു എന്നർത്ഥം. എന്നാൽ മറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച്, അതിന് പറ്റുന്ന രോഗങ്ങളെ സംബന്ധിച്ച്, അതിന് പറ്റുന്ന വൈകല്യങ്ങളെ സംബന്ധിച്ച് ദൃശ്യമായി പരസ്യമായി നമുക്ക് കാണാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അതിനപ്പോൾ ആവശ്യമായ പരിഹാരങ്ങൾ നാം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് സമ്മതിക്കാൻ നാം നിർബന്ധിതരാണ്. അതെന്തുകൊണ്ട് എന്നതല്ല പ്രശ്നം. എന്താണ് അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിന് പരിഹാരം, എങ്ങനെ പരിഹരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, അത് ചെയ്യാനും സാധ്യമാകും. അതുകൊണ്ട് ശരീരം സംബന്ധിച്ച വശം ഞാൻ ഇപ്പോൾ സ്പർശിക്കുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ആദ്യമായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നഫ്സ്, റൂഹ്, ആത്മാവ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ വസ്തു നമ്മുടെ ഏത് പ്രവർത്തനവും ആ വസ്തുവുമായി ഏതോ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം തന്നെ വേണ്ട വിധം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റേതായ പ്രതിഫലനം നമ്മുടെ ആത്മാവിൽ പ്രതിബിംബിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നാം ഒരു നല്ല കാര്യം ചെയ്താൽ, നാം കുറച്ച് കാശ് സദക്ക ചെയ്താൽ നമ്മുടെ ആത്മാവിനെ ആ സദക്ക ബാധിക്കുന്നു. അതിൻ്റെ ആത്മാവിനെ ഒന്ന് തെളിയിക്കാൻ അത് സഹായകമാകുന്നു. ആത്മാവിൽ വല്ല കറയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനും അത് സഹായകമാകുന്നു. ഇങ്ങനെ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവിനെ നന്നാക്കി തീർക്കാൻ സഹായകമാകുന്നു എന്നതാണ് കാര്യം. ഇത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ, റൂഹിനെ, നഫ്സിനെ നന്നാക്കി തീർക്കുന്നു, ശുദ്ധി ചെയ്യുന്നു, വളരെ എല്ലാ അഴുക്കുകളും നീക്കി പാവനമാക്കി തീർക്കുന്നു. അതേ അവസരത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ആത്മാവിനെ കറപ്പിക്കുന്നു, വഷളാക്കുന്നു, മലിനമാക്കുന്നു, ദൂഷിപ്പിക്കുന്നു. ഇതും ഒപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കള്ളു കുടിച്ചു, ഒരു കറുത്ത വലിയ പുള്ളി അതോടുകൂടി എൻ്റെ ആത്മാവിൽ വന്നു ചേരുന്നു. ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞു, പുള്ളി ഒന്നുകൂടി വീഴുന്നു. ഞാൻ നമസ്കരിച്ചില്ല, വലിയൊരു പുള്ളി അതിൽ വന്നു ചേരുന്നു. ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ നമ്മുടെ ഈ ആത്മാവിനെ ക്രമേണ കറുപ്പിച്ച് ചളിയിൽ പൂത്തുന്നു, ദുർഗന്ധം വമിപ്പിക്കുന്നു. അതിൻ്റെ വാസനയും അതിൻ്റെ സ്വഭാവവും എല്ലാം വികൃതമാക്കി തീർക്കുന്നു. അതിനെ കാണാൻ പറ്റാത്ത വഷളായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഖുർആൻ വ്യക്തമായ സൂചന നൽകിയതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ. ഇതിനെ പരിശുദ്ധമാക്കി, ഈ ആത്മാവിനെ പരിശുദ്ധമാക്കി വെക്കുന്നവൻ തീർച്ചയായും വിജയിച്ചു. ഇതിനെ ചളിയിൽ പൂഴ്ത്തുന്നവൻ തീർച്ചയായും പരാജയപ്പെട്ടു.
ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതേതോ ആളുകളെ സംബന്ധിച്ച് പഠിച്ച തമ്പുരാൻ പണ്ടെന്നോ പറഞ്ഞ ഒരു കാര്യമല്ല. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ ഞാനും നിങ്ങളും അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിവരിച്ചതാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ചളിയിലാഴ്ത്തുന്നു, വഷളാക്കി തീർക്കുന്നു, അതിനെ വികൃതമാക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിനെ ശുദ്ധി ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, പൂർണ്ണമായും പാവനമാക്കി തീർക്കുന്നു. സൽക്കർമ്മങ്ങൾ മാത്രമാണെങ്കിൽ പരിപാവനമായ ഒരു ആത്മാവിനെയാണ് നാം വളർത്തിയെടുക്കുന്നത്. ദുഷ്കർമ്മങ്ങളാണ് കൂടുതലായി പോകുന്നതെങ്കിൽ മ്ലേച്ഛമായ ഒരു ആത്മാവിനെയാണ് നാം വളർത്തിയെടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആത്മാവിനെ ഓരോ ദിവസവും പേറിക്കൊണ്ടാണ് ഈ ശരീരവും കൂടുന്ന മനുഷ്യരായ നാം എല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ കാര്യം മറക്കാൻ പറ്റാത്ത ഒന്നാണ്, എപ്പോഴും ഓർമ്മ ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. സംഭവിക്കുന്ന ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്, എന്തോ ഒരു കഥ പറയുകയല്ല. എനിക്കും നിങ്ങൾക്കും ഓരോ നിമിഷത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് എന്ന നിലയ്ക്ക് തന്നെ അത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഈ ആത്മാവിനെ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അതിനെ വൃത്തികേടാക്കുന്നുണ്ടോ? ഖുർആന്റെ ഭാഷയിൽ ചളിയിൽ പൂഴ്ത്തുന്നുണ്ടോ? ദസ്സാഹ, മാലിന്യങ്ങളിൽ ചവിട്ടി താഴ്ത്തുക, അതാണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ല, പാവനമാക്കി പരിശുദ്ധമാക്കി തെളിയിക്കുന്നുണ്ടോ? സക്കാഹ, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ സംഭവം അവിടെ നടക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലല്ലോ, വാസ്തവത്തിൽ പലരും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. എന്നാലും സംഭവം അവിടെ നടക്കുന്നു. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ വേണമെന്ന് വെച്ചാലും ഇല്ലെങ്കിലും ഈ സംഭവം നടക്കുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതിൻ്റെ പ്രതിഫലനം അതിലുണ്ടാകും. നിങ്ങൾക്ക് അത് തടുക്കാൻ കഴിയില്ല, മാറ്റി വെക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന്, ഈ രണ്ടാലൊരു പ്രതികരണത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. നിങ്ങളുടെ കയ്യിൽ അള്ളാഹു ഒരു ആത്മാവിനെ തന്നിരിക്കുന്നു. ഈ ആത്മാവിനെ നിങ്ങൾ എങ്ങനെ രണ്ടിലൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു? പലരും പല വിധത്തിലുമായി കുറെ കറുപ്പിക്കും, കുറെ വെളുപ്പിക്കും, കുറെ കറുപ്പും വെളുപ്പും ഇങ്ങനെ കൂടി ആയിട്ടുണ്ടായിരിക്കും. ഏതായിരുന്നാലും കറുപ്പ് കൂടുതലായാൽ മ്ലേച്ഛമായി തീർന്ന് വെളുപ്പാണ് കൂടുതലെങ്കിൽ പരിശുദ്ധമായി തീർന്ന് താരതമ്യേന പൂർണ്ണമായ പരിശുദ്ധി എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചെന്ന് വരില്ല. എന്നാലും കൂടുതൽ അമൽ സാലിഹാണെങ്കിൽ, സൽക്കർമ്മങ്ങളാണെങ്കിൽ ആത്മാവ് പരിശുദ്ധമാകുന്നു. കൂടുതൽ മറ്റതാണെങ്കിലോ അതിൽ തകരാറുകൾ സംഭവിക്കുന്നു. ഇത് ഈ ലോകത്ത് ജീവിച്ച സകല മനുഷ്യർക്കും സംഭവിച്ചതാണ്. ആദം അലൈഹിസ്സലാമിന് സംഭവിച്ചതാണ്. ഇനി നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് വരെ വരുന്ന എല്ലാ മനുഷ്യർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മാവുമായിട്ടാണ്, ഈ ആത്മാവിനെയും ശരീരത്തെയും ഒരു പ്രത്യേക രൂപത്തിൽ വേർപ്പെടുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ മരണത്തിന് എന്ത് വ്യാഖ്യാനം നൽകിയാലും അള്ളാഹുവിൻ്റെ കിതാബും നബിയുടെ സുന്നത്തും മരണത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഈ ആത്മാവും ശരീരവും ഒരു നിശ്ചിത സമയത്തിൽ, നിർണയിക്കപ്പെട്ട സമയത്തിൽ അത് രണ്ടും ഇങ്ങോട്ട് വേർപ്പെടുത്തുക, ഇതിനാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ മരണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്കും ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്നതാണ്. ലോകത്തുള്ള സകലരും മരിച്ചുപോയി. ഇനി നമ്മളൊക്കെ മരിക്കും, സംശയമില്ല. എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നതാണ്. അവിടെയാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ. നിങ്ങൾ ഈ ഖത്തറിൽ വന്നു ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ശമ്പളമൊക്കെ വാങ്ങുന്നത് തെമ്മാടിത്തത്തിനും അക്രമങ്ങൾക്കും ഇവിടെ വിനിയോഗിക്കുന്നു. പോരാത്തതിന് നിങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്ന് കഴിയുന്നത്ര കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ അവരെ വഞ്ചിച്ച് ആ സംഖ്യയും മദ്യപിക്കാനും മറ്റു തെമ്മാടിത്തങ്ങൾക്കും വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുന്നു. നിങ്ങളുടെ കഫീലിനെ നിങ്ങൾ വഞ്ചിക്കുന്നു. നിങ്ങളുടെ ഇവിടുത്തെ ഗവൺമെന്റിനെ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ട് കളവ് നടത്തിക്കൊണ്ട് നിങ്ങൾ വഞ്ചിക്കുന്നു. അങ്ങനെ ഗവൺമെന്റും നിങ്ങളുടെ കഫീലും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ സ്നേഹിതന്മാരും എല്ലാം നിങ്ങളെ വെറുക്കുന്നു. ഈ പഹയൻ ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരവസ്ഥയിൽ നിങ്ങൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത്
നേരിട്ട് കണ്ണൂരിലെയോ ബിജൂരിലെയോ ജയിലിലെ ഏകാന്ത തടവുകാരാക്കി ഇരുട്ടറയിൽ താമസിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? മറിച്ച് നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം കിട്ടുന്നു, നിങ്ങൾക്ക് കഴിയുന്ന അത്ര ഉപകാരങ്ങൾ ഈ നാട്ടുകാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് നിങ്ങൾ കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നല്ലൊരവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളെ ജനങ്ങളൊക്കെ ആദരിക്കുന്നു. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് നാടുവിടാൻ ഉദ്ദേശിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി നിങ്ങളെ വളരെ ബഹുമാനിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി യാത്രയാക്കാൻ വരുന്നു. നാട്ടിലെത്തുമ്പോൾ എയർപോർട്ടിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഉപകാരം ലഭിച്ചവരും അല്ലാത്തവരുമായ ഒരു മാന്യൻ എന്ന നിലയ്ക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ധാരാളം ആളുകൾ തടിച്ചുകൂടുന്നു. ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രണ്ടു വിധത്തിലും ഉണ്ടാകാം. ഒന്ന്, ചെറ്റത്തരങ്ങളും കള്ളത്തരങ്ങളും വഞ്ചനകളും നടത്തി ജനങ്ങളുടെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ച് നാട്ടിലും ഇവിടെയും കൊള്ളരുതാത്തവനായി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് നേരെ കൊണ്ടുപോകുന്നു. തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഈ ഒരവസ്ഥ. മറ്റൊന്ന്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കാരണമായി, നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ കാരണമായി, നിങ്ങളുടെ സ്വഭാവവും സമീപനത്തിൻ്റെയും നന്മകൾ കാരണമായി ഇവിടെ നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളുകൾ, നാട്ടിൽ അതിനേക്കാൾ ബഹുമാനിക്കുന്ന ആളുകൾ ഇവിടെയും അവിടെയും നിങ്ങളെ സ്വാഗതം ചെയ്ത് ആനയിച്ച് കൊണ്ടുപോകുന്ന മറ്റൊരവസ്ഥ. എങ്ങനെ തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുക? സ്വാഭാവികമായി രണ്ടാമത് ആയിക്ക് പറയാനില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്ന ഈ ആത്മാവ്, ഈ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുത്തുന്ന ഈ സന്ദർഭത്തിൽ ഈ ആത്മാവിനെ എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യാനാണ് അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആത്മാവിനെ നിങ്ങൾ മ്ലേച്ഛമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ചളിയിലാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, കറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്രമങ്ങളും തമാടിത്തങ്ങളും ദുഷ്കൃത്യങ്ങളും ചെയ്തുകൊണ്ട് അതിനെ വഷളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതി, അതിനെ എന്ത് ചെയ്യുമെന്ന് ഇതിന് അള്ളാഹു ചെയ്ത ഏർപ്പാടൊന്ന് വേറെയാണ്. മറിച്ച് അതിനെ പരിശുദ്ധമാക്കി സകല മാലിന്യങ്ങളിൽ നിന്നും വൃത്തിയാക്കി നന്നാക്കി പരിശുദ്ധമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ കൊണ്ടുപോകുന്ന രീതി ഒന്ന് വേറെയാണ്. ഏതായിരുന്നാലും ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവിനെ പിടിച്ചെടുക്കും, അള്ളാഹു പിടിച്ചെടുക്കും. അള്ളാഹു പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പിടിച്ചെടുക്കും. ഒരാളല്ല. നമ്മുടെ സാധാരണ ധാരണയിൽ മലക്കുൽ മൗത്ത് അസ്രായിൽ നമ്മൾ പറയാറുണ്ട്, ഉപര് പിടിക്കും, ശരിയാണ്. പക്ഷെ ഒരാളല്ല. ഈ ആത്മാവിനെ എങ്ങനെ കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നേരത്തെ പറഞ്ഞ കണ്ണൂർ ജയിലിലെ ഇരുട്ടറയിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറ്റവാളിയെ പോലെ നിങ്ങളുടെ ആത്മാവിനെ ഇവിടുന്ന് കൈവയ്ക്കാനാണോ വിചാരിക്കുന്നത്? അതല്ല. നിങ്ങൾ ഇവിടെ നിന്നും നാട്ടുകാരും എല്ലാ സ്ഥലങ്ങളിലും സ്വാഗതം ചെയ്ത് ആനയിച്ച് കൊണ്ടുപോകുന്ന ആ രൂപത്തിൽ ആത്മാവിനെ കൊടുക്കാനാണോ വിചാരിക്കുന്നത്? രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടത് ആ വേർപെടുത്തൽ വരുന്നതിന് മുമ്പാണ്, ആ മരണം സംഭവിക്കുന്നതിന് മുമ്പാണ്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നാം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അറിയുന്നത് ഏതോ കുറെ ആളുകൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചല്ല. എൻ്റെയും നിങ്ങളുടെയും ഇപ്പോഴുള്ള ഈ ആത്മാവിനെ, ഞാനും നിങ്ങളും രണ്ടിലൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ അള്ളാഹുവിനെ എങ്ങനെ ഏൽപ്പിക്കണം? ഇതാണ് ചോദ്യം. എങ്ങനെ ഏൽപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു രൂപം, നേരത്തെ ആദ്യം പറഞ്ഞ വിധം ഇതിനെ ദുഷ്കൃത്യങ്ങൾ കൊണ്ട് കറപ്പിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ വഖദ് ഖാബ മൻ ദസ്സാഹ, ഇതിനെ മാലിന്യങ്ങളിൽ ചവിട്ടി താഴ്ത്തി മലിനമാക്കി വെക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ആത്മാവ് ഹബീസാണെങ്കിൽ, ഹദീസിന്റെ ഭാഷയിൽ, സുന്നത്തിന്റെ ഭാഷയിൽ നഫ്സുൻ ഹബീസയായ ഒരു ആത്മാവാണ് നിങ്ങൾ ഇവിടെ വളർത്തിയെടുത്തതെങ്കിൽ, ഏതായാലും നിങ്ങൾ വളർത്തിയെടുക്കുന്നു, അത് മറന്നു പോരുത്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം അതിനെ ബാധിക്കും. നല്ലതാണെങ്കിൽ നല്ല നിലയ്ക്ക് ബാധിക്കും, ചീത്തയാണെങ്കിൽ ചീത്ത നിലയ്ക്ക് ബാധിക്കും. ബാധിക്കാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഏതായിരുന്നാലും രണ്ടിലൊന്ന് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ ചെയ്യുന്നത് അതിനെ മ്ലേച്ഛമാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആരാണ്, എങ്ങനെയാണ് ഈ ആത്മാവിനെ കൊണ്ടുപോകുന്നത്? ഈ ശരീരത്തിൽ നിന്ന് അതിനങ്ങോട്ട് പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ വ്യക്തമായ ഭാഷയിൽ അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ പഠിപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും നാളെ വരാൻ പോകുന്ന ഈ സംഭവത്തെ സംബന്ധിച്ച്
നമ്മുടെ എന്നേക്കുമുള്ള ഭാവിയെ സാരമായി ബാധിക്കുന്ന ഈ പ്രക്രിയയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഭാഷയിൽ അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ സുന്നത്ത് വളരെ വിശദമായി അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ സംശയമാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ആത്മാവിനെ കറപ്പിച്ച് മ്ലേച്ഛമാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ, നേരത്തെ പറഞ്ഞ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാരില്ലേ, കണ്ടാൽ പേടിക്കുന്ന വേഷം ധരിച്ചിട്ട്, കണ്ടാൽ പേടിക്കുന്ന വേഷം ധരിച്ച പോലീസ് വീട് വളയുന്നു. അക്കുറ്റവാളി ഒളിച്ചിരിക്കുന്ന കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് വീടൊന്നായിട്ട് വളയുന്നു. സൂപ്രണ്ടിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുവരുന്നു. പോലീസിനെ കാണുമ്പോഴേക്ക് കാര്യം ഇതിനു മുമ്പ് എത്ര തന്നെ ധീരത കാണിച്ചാലും പേടിച്ച് വിറച്ച് വേജാറാകുന്നു. പോലീസിന്റെ പിടിയിലേക്ക് നിർബന്ധിതനായി അങ്ങ് ചെന്നു കൊടുക്കേണ്ടി വരുന്നു. ഈ ഒരവസ്ഥയാണ്, ഇതിനേക്കാൾ ഭയങ്കരമായ അവസ്ഥയാണ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെ? കാഴ്ച എത്തുന്നിടത്തോളം നിറയെ കറുത്ത മലക്കുകൾ, കാണുന്ന മാത്രയിൽ പേടിച്ച് അരണ്ടു പോകുന്ന മലക്കുകൾ, 1 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല 10000 അല്ല. ഇവന്റെ ദൃഷ്ടി എത്രത്തോളം എത്തുന്നു? അവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന കറുത്ത മലക്കുകൾ, ഭീകര രൂപം കൂട്ട മലക്കുകൾ, കാണുമ്പോൾ അവൻ പേടിക്കട്ടെ എന്ന് വെച്ച് പ്രത്യേക രൂപം സ്വീകരിച്ച മലക്കുകൾ. ഇവരാണ് നിറയെ ഒന്നായി കിടക്കുന്നത്. ആ മലക്കുകൾ ഒന്നായി കെട്ടി ഇരുന്നിട്ട് ഇവന്റെ അവസാനത്തെ അന്ത്യശ്വാസമാകുമ്പോൾ ആ മലക്കുൽ മൗത്ത് അസ്രായീൽ വരുന്നു. അസ്രായീൽ വന്നിട്ട്, എടാ കൊണ്ടങ്ങോട്ട് എൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് പുറപ്പെടിക്കൂ. കാണുമ്പോഴേക്ക് ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒളിക്കാൻ ശ്രമിക്കുന്നു, വിറച്ച് ഒളിക്കാൻ ശ്രമിക്കുന്നു. അഹ്രീജ്, ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്ക്, ഇങ്ങോട്ട് കൊണ്ടങ്ങോട്ട് എന്നായിരിക്കും അസ്രായീലിന്റെ കൽപ്പന. അപ്പോഴോ അത് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരിക. പാകെത്താത്ത ചില സാധനങ്ങൾ പാകം വരുത്താൻ വേണ്ടി വീടിയെടുത്ത് കൊതെടുത്ത് വലിയ വടിയെടുത്ത് ഒലക്കെടുത്ത് അടിച്ച് പാകപ്പെടുത്തുന്നില്ലേ? ഈ രൂപത്തിൽ ഈ ശരീരത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഈ അള്ളാഹുവിന്റെ മലക്കുകൾ വലിയ വലിയ ദണ്ഡെടുത്ത് ഇവനെ അടിച്ചടിച്ച് പാകമാക്കി ആത്മാവിനെ പുറത്തേക്ക് വലിച്ചു വെച്ച് കൊണ്ടുവരുന്നു. കരഞ്ഞു പോകുന്നു. പഠിച്ച തമ്പുരാനെ ലേശരവധി എനിക്ക് കൊണ്ട, മേലിൽ ഞാനിങ്ങനെ ചെയ്യൂല പഠിച്ചാൻ ആര്? ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കറപ്പിച്ച ഞാൻ, അല്ലെങ്കിൽ നീ, വേറെ ആരും അല്ല. പണ്ടേതോ കഴിഞ്ഞ മനുഷ്യന്മാരെ പറ്റി അല്ല പറയുന്നത്, ഞാനും നിങ്ങളും. പഠിച്ചവനെ ദേശ അവധി തന്നെ പറഞ്ഞ് ബേജാറായിട്ട് ആവശ്യപ്പെട്ടു നോക്കുന്നു. നടക്കില്ല. എവിടെയായിരുന്നോ? മലക്കുകൾ ചോദിക്കുന്നു, എന്തായിരുന്നു നീ? എവിടെയായിരുന്നു? കുന്നാ മുസ്തഫീന ഫിൽ അർദ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്ന, ഞങ്ങൾ ഈ ആലിമീങ്ങൾ ഉള്ളിൽ പെട്ടുപോയി, ഞങ്ങൾ അങ്ങനെ ചങ്ങാതിമാർ കൂട്ടുകെട്ട് മോശമായി പോയി, അവരതിനുള്ളൊക്കെ വിട്ട് അങ്ങനെ കുറ്റങ്ങൾ ചെയ്തു പോയി, പഠിച്ചവനെ ഇനി ഞങ്ങൾ വേണ്ടി ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. അതിൻ്റെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ എന്നോട് അവിടെ വെക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ വിശാലമായ ഭൂമികളില്ലേ, വേറെ ഇടം പോയി സുഖമുള്ളടുത്ത് നീ നന്നായി ജീവിച്ചുകൂടായിരുന്നോ? ആരാ അവിടെ വെക്കാൻ പറഞ്ഞത് എന്നോട്? യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അടിച്ചടിച്ച് ഭാഗവും മുഖം ഒന്നായിട്ട് അടിച്ചടിച്ച് ആത്മാവിനെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. അൽ മലായികത്തു ബാസിതൂ ഐദീഹിം, കൈ നീർത്തി പിടിച്ചുകൊണ്ട്, മലക്കെന്ന് പറയുമ്പോൾ തന്നെ മലക്കിന്റെ അടി നമുക്കറിയാം. ഈ കൈ നീർത്തിയുള്ള ആദ്യ അടി കൂടി ആണെങ്കിലോ അതിന്റെ ഗൗരവം ഇതെന്താന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ബാഹ്യദൃഷ്ടിക്ക് ഗോചരമാ കാണുന്ന കാര്യമല്ല ഇത്. അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമാക്കി പറഞ്ഞതാണ്, ഖുർആൻ രസായി പറഞ്ഞതാണ്. ഇത് ഖുർആന്റെ ആയത്താണ്. ബാസിതൂ ഐദീഹിം യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഖുർആനിലുള്ള ആയത്താണ് ഈ പറയുന്നത്. മലക്കുകൾ ആഞ്ഞടിച്ച് ആത്മാവിനെ പുറത്തേക്ക് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. മലക്കുൽ മൗത്ത് അസ്രായീൽ മുന്നിൽ ഈ ഒന്നായിട്ട് അണിനിരന്ന കിങ്കരന്മാര്, മലക്കുകളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല, ഈ തപ്പനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഭയാനകമായ വികൃത രൂപം സ്വീകരിച്ച് നിറഞ്ഞു കിടക്കുന്ന ഈ മലക്കുകളുടെ കൂട്ടത്തിൽ ഈ അവസാനത്തെ ശ്വാസം കെട്ടി വിടുമ്പോൾ അസ്രായീൽ വന്ന് കൊണ്ടങ്ങോട്ട് ഉഖ്രിജി,
ഇല്ല സ്വത്തില്ല വധമില്ല, അള്ളാഹിന്റെ കോപത്തിലേക്ക് ഈട് വന്നോ യാതൊരു രക്ഷയുമില്ല എന്നാണ് മലക്കുൽ മൗത്ത് അസ്രായീൽ പറയുന്നത്. അവിടെ അവൻ പലതും പറഞ്ഞു നോക്കുന്നു, അതെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമില്ല. പലതും പറഞ്ഞു നോക്കുന്നു, ഒരു രക്ഷയുമില്ല. അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ചാക്കുണ്ട്, പയഞ്ചാക്ക്. ഈ സാധനം കയ്യോടെ തൊടാൻ പറ്റില്ല. അസ്രായീലിലോട്ട് പിടിച്ചെടുത്തിട്ട് വേഗം അങ്ങോട്ട് കൊടുക്കണം. അവൻ ഒന്നായിട്ട് ഈ പയഞ്ചാക്കിലേക്ക് അങ്ങോട്ട് ആക്കണ്. ഇത് എന്ത് ചെയ്യണം, കൈവിടാനായിട്ടില്ല. ഈ റൂഹിനെ, എൻ്റെ റൂഹിനെയാണ് ഇപ്പം അറിയുന്നത്, വേറെ ആരുടെയും അല്ല. ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ഈ മലക്കുകളൊട്ടായി ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹിൻ്റെ അടുത്ത് സമർപ്പിച്ച് ഹാജരാക്കിയിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വഴിക്കുള്ള ഭൂമി നിറയെ മലക്കുകളുണ്ട്, വായുമണ്ഡലത്തിൽ നിറയെ പലവിധങ്ങളായ മലക്കുകളുണ്ട്. അള്ളാഹ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എവിടെയും പരന്നു കിടക്കുന്നു. ഈ മലക്കുകളൊക്കെ എന്തൊരു ശാപാണിത്, എന്തൊരു ശവ കൊണ്ടുവരുന്നത്, എന്താണ് ഈ വര കൊണ്ടുവരുന്നത്, ഇങ്ങോട്ട് അടുപ്പിക്കല്ലേ. ഈ ഒരു അവസ്ഥ നമുക്ക് എത്തിയാൽ എന്താണ് ഈ സംഭവിക്കുന്നത്? നമ്മളുടെ റൂഹിനാണ് ഈ സംഭവിക്കുന്നതെങ്കിൽ ഇതെന്താണ് ഈ സംഭവം? അടുപ്പിക്കല്ലേ അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവൻ ആട്ടുന്നു. അങ്ങനെ ആകാശത്ത് ചെന്ന് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇത് അതിനുള്ളതല്ല. ഇമ്മാതിരി ആത്മാക്കൾക്ക് തുറക്കപ്പെടുന്നതല്ല അള്ളാഹുവിന്റെ ആകാശം. പോയിക്കോളണം അവിടുന്ന്. ഇതാണ് കൽപ്പന കിട്ടുന്നത്. അള്ളാഹ് പറയുന്ന ഒരു കാര്യം ചെയ്യ്, ആ പാതാള ലോകത്തിലെ സിജീൻ, ആ പാതാള ലോകത്തിലെ സിജീനിൽ ഇവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്നുള്ള ഇവന്റെ തെമ്മാടിത്തങ്ങളൊക്കെ അവിടെ റെക്കോർഡാക്കി വെച്ചേക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഭൂമിയുടെ അടിത്തട്ടിൽ എങ്ങോ കിടക്കുന്ന, എവിടെയാ നമുക്ക് പറയാനും കഴിയില്ല, ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനും കഴിയില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒന്നുണ്ട്. അള്ളാഹിന്റെ റസൂൽ പറയുന്നു, ഖുർആനും പറയുന്നു, ആ സിജീനിൽ ഇവൻ എന്തൊക്കെയാ ചെയ്ത തെമ്മാടിത്തങ്ങളും നല്ല സ്ഥലത്തൊന്നും എഴുതാൻ പറ്റൂല, നല്ല സ്ഥലത്ത് വെക്കാനും പറ്റില്ല, പ്രകടിപ്പിക്കാനും പറ്റില്ല, പ്രദർശിപ്പിക്കാനും പറ്റില്ല. ആ പാതാള ലോകത്ത് അവിടെ കിടക്കട്ടെ, ഒരിക്കലും എടുത്ത് വിചാരണ ചെയ്യണം. അതിനിപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചേക്ക്. ആ സിജീനിലിട്ട് അവിടെ രേഖപ്പെടുത്തി അവിടെ വെച്ചേക്ക് ഇവരെ അമലുകൾ, രേഖകൾ, റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് ഇവന്റെ റൂഹ് ആ ശരീരത്തിലേക്ക് തന്നെ മടക്കൂ. അതായത് ഈ ശരീരവുമായി ഒരു തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ച് അവിടെ നിർത്തൂ, വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് തുടർന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആട്ടി വിടുന്നു. ഈ ഒരവസ്ഥ ഇപ്പോൾ വെയ്യൂർ ജയിലിലെ ഇരുട്ടറയിലേക്ക് ഒരു നേരം കൊണ്ടുപോയാൽ അവർ പിന്നെയും എന്തെങ്കിലും ആശ ഉണ്ടാകും. ഈ മനുഷ്യന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ ഇവനുണ്ടോ? സിജീനിൽ ജീവിത റെക്കോർഡ് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി അതെടുത്തുകൊണ്ട് വിചാരണയ്ക്ക് കുറെ കഴിഞ്ഞിട്ട് വിചാരണയ്ക്ക് വരാൻ പോകുന്നു. ഇവിടെ എവിടെയും നല്ല മലക്കുകൾ മുഴുവൻ ആട്ടി ഓടിക്കുന്നു. മറ്റവരാണെങ്കിൽ അടിച്ചടിച്ച് പുറത്ത് അവർക്ക് കയ്യിൽ വെക്കാൻ തൊടാൻ തന്നെ അറപ്പ് വരുന്നു. അള്ളാഹിന്റെ കൽപ്പന കിട്ടിയതോടുകൂടി ഒരൊറ്റ എൻ്റെ റൂഹിനെയാണ്, നിങ്ങളായിരുന്നല്ല എൻ്റെ റൂഹിനെ. എങ്ങനെ ഇരിക്കും? ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന, രൂപപ്പെടുത്താൻ സാധ്യമല്ല, എടുത്താതിരിക്കാൻ സാധ്യമല്ലാത്ത, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഈ ആത്മാവ്, ഈ ആത്മാവിനെ നിങ്ങൾ ദുഷ്കൃത്യങ്ങൾ കൊണ്ട്, തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, അള്ളാഹുക്കെതിരെ ജീവിച്ചുകൊണ്ട് ഈ രൂപത്തിൽ വികൃതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂഹിനെ ഈ ശരീരത്തിൽ നിന്ന് ആ മലക്കുകൾ വന്ന് വിടർത്തുന്നത്, കൊണ്ടുപോകുന്നത് ഈ വിധത്തിലായിരിക്കും. ലോകത്തിലുള്ള സകലരും ശപിച്ചുകൊണ്ട്, ആരും തൊടാൻ ഇഷ്ടപ്പെടാതെ ഒരു പഞ്ചാക്കിലിട്ട് പൊതിഞ്ഞ് കഠിനമായ നാറ്റത്തോടുകൂടി പാതാള ലോകത്തേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് അവർ ഈ കബറുമായി ഒരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കുന്നു വേറെ ചില ആവശ്യങ്ങൾക്ക്. ഇങ്ങനെ നമ്മളുടെ റൂഹ് ആവണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സൂക്ഷിച്ചോളൂ, എന്ത് വേണമെന്ന് മനസ്സിലാക്കിക്കോളൂ, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം ഈ ആത്മാവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിച്ചോളൂ, എന്നിട്ട് വേണ്ടൊക്കെ ചെയ്തോളൂ. ഇത് മാത്രമേ രക്ഷയുള്ളൂ, വേറെ ആരും രക്ഷിക്കാനുണ്ടായില്ല. അതേ അവസരത്തിൽ ഈ ആത്മാവിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അമലുസാലിഹ് കൊണ്ട് നന്നാക്കി വളർത്തിയിട്ടുള്ള, അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അതിനെ ശുദ്ധമാക്കി വെച്ചിട്ടുള്ള മനുഷ്യൻ, ആ ആത്മാവിനെയോ അവരെ പിടിക്കാനും അതിനെ എടുക്കാനും വരുന്നത്, അതിനെ എടുക്കാനും പിടിക്കാനും ഒന്നും പറഞ്ഞുകൂടാ. ഹദീസിന്റെ ഭാഷയിൽ അതിനെ സ്വാഗതം ചെയ്യാൻ വരുന്നത് അല്ലാഹുവിന്റെ സുന്ദരന്മാരായ മലക്കുകൾ. ആ സൗന്ദര്യം പണ്ടത്തെ ഭാഷയിൽ വിവരിച്ചത് കമറിനേക്കാൾ ലംഘുന്ന, സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന മുഖങ്ങളുമായി
അവരെ കാണുമ്പോഴേക്ക് സകലം മറന്ന് എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ഈ ആത്മാവ് പെട്ടുപോകുന്നു. മലക്കുകളെ അവനെ സ്വാഗതം ചെയ്യാൻ വേണ്ടുന്ന മലക്കുകൾ ഇത് എത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 10,000 ഒന്നുമല്ല. എവിടെയൊക്കെ നോക്കിയാലും കാണുന്നത് മലക്ക്, എങ്ങോട്ട് നോക്കിയാലും മലക്കുകൾ നിറഞ്ഞിരിക്കുന്നു. ഇവരുടെ മുഖങ്ങളാണ് പണ്ടത്തെ സാഹിത്യ ഭാഷയിൽ സൂര്യനേക്കാൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര പ്രകാശിതമായ മുഖങ്ങളോട് കൂടിയ സുന്ദരന്മാരായ മലക്കുകൾ, ആ മലക്കുകളെ കാണുമ്പോഴേക്ക് ആത്മാവിന് എന്തൊരു സന്ദേശം. അതും കേട്ട് വെള്ളം പാത്രത്തിന് ഒഴുകിന മാതിരി ഒഴുകി ഇങ്ങോട്ട് വരുന്നു. അസ്രായേൽ ഒന്ന് അങ്ങോട്ട് പോര്, സ്വാഗതം, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോരൂ എന്നാണ് വിളി. സലാമുൻ അലൈക്കും യഖൂലൂന സലാമുൻ അലൈക്കും. ഇതാണ് സലാം പറഞ്ഞുകൊണ്ട് ഈ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്നു. അതിങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ട് വരുന്നു. ഇവരുള്ള സ്വർഗീയ തൊഴിലാളികളിൽ അതിനെ പൊതിയുന്നു. എന്നിട്ട് അത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. വഴിക്കുള്ള സകല മലക്കുകളും ഇതിലെ കൊണ്ടുപോയിക്കോളിയോ, ഇതിലെ കൊണ്ടുപോയിക്കോളിയോ, ഇതിലെ കൊണ്ടുപോയിക്കോളിയോ എന്നാവശ്യപ്പെടുന്നു. ആരും അന്വേഷിക്കും ഇതാരുടെ ആത്മാവാണ്. അപ്പൊ പറയും ഇത് നമ്മളെ ഹംസല്ലേ, ഇങ്ങനെ സാഹിത്യമായിട്ട് ചാടി നടക്കുന്ന ഹംസ, പ്രചരണത്തിൽ നടക്കുന്ന ഹംസ, ഹംസന്റെ ആത്മാവാണ്. ഓ വളരെ നല്ലത്, വളരെ നല്ലത്. ഹംസക്ക് അങ്ങനെയായി കിട്ടിയാൽ വളരെ നല്ലത്. മറ്റവനെ സംബന്ധിച്ച് ചോദിക്കും ആരും. അപ്പൊ അവനെ സംബന്ധിച്ച് ആ ശൈത്താനില്ലേ, ആ ആലിമ് മറ്റേ കള്ളക്കേസുണ്ടാക്കി അവനെ ജയിലിലാക്കിയ, ഇവന്റെ പണം കട്ട, മറ്റേ കഫീലിനെ വഞ്ചിച്ച ആ പണ്ടവന് ഈ ഇങ്ങനെ ദുഷിച്ച പേര് കൊണ്ട് മറുപടി ഈ കൊണ്ടുപോകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുള്ളൂ. ആര് ചോദിച്ചാലും ചിലടത്ത് മലക്കുകളൊക്കെ ചോദിക്കും ഏതായാലും അവനിങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങോട്ട് കൊണ്ടുവരും ഇത് പറയുന്നതിന് പകരം ഇവിടെ ഇതിലെ കൊണ്ടുപോയിക്കോളി, ഇതിലെ കൊണ്ടുപോയിക്കോളി. ഇതാരാണ്? ഇതാ നിർമ്മിഷ്ടൻ, ഇതാ ജനങ്ങളെ ഉപദേശിച്ച് നടത്തിയിരുന്ന ആള്, ഇത് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത ആള്, ഇതാ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ആള്, ഇത് മറ്റേ ഇയാള്. ഇങ്ങനെ ഇയാളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗുണങ്ങൾ എന്താണോ പറയാനുള്ളത്, ഈ ഗുണങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ ആളാണ് ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കേൾക്കുന്ന മലക്കുകളൊക്കെ ഇതിലെ കൊണ്ടുവരും, ഇതിലെ കൊണ്ടുവരും, സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആകാശത്തെത്തുമ്പോൾ ആകാശം തുറക്കപ്പെടുന്നു. ഈ ആകാശത്തിലേക്ക് ഈ റൂഹുമായി മലക്കുകൾ അങ്ങ് കയറുമ്പോൾ ആ ആകാശത്തിലുള്ള സകല മലക്കുകളും അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെ കൂടെ നടന്നുകൊണ്ട് രണ്ടാമത്തെ മറ്റേ ആകാശത്തിൽ എത്തുന്നത് വരേക്കും അതിൻ്റെ പിന്നാലെ പോകുന്നു. രണ്ടാമത്തെ ആകാശത്തിൽ എത്തുമ്പോൾ അവിടെയും സ്വാഗതം ചെയ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കുന്നു, ഇന്ന ആളാണെന്ന് പറയുന്നു. അവിടെയുള്ള മലക്കുകളും കൂടെ കൂടി പിന്നെയും ഉയർന്നു പോകുന്നു. ഈ 1-2 ആകാശം എന്തെന്നും ഇപ്പം ചിന്തിക്കേണ്ട, അതൊക്കെ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ കാര്യം മറന്നു. നിങ്ങളെ ആത്മാവിനാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ അങ്ങനെ ആവണോ വേണ്ടേ എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത് കേൾക്കണം. അങ്ങനെ അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോഴും ഓഹോ അവിടെ ഇല്ലിജൂൻ ഇവന്റെ ആ റിക്കാർഡ് ഇവിടെ ഇല്ലിജൂനിൽ വെച്ചേക്ക്. നേരെ അള്ളാഹിന്റെ അടുത്തുള്ള അവിടെ റിക്കാർഡ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ സൂക്ഷിച്ചേക്കും. ഒമാ അദ്റാകമാ ഇല്ലിജൂൻ കിതാബും മർക്കും യഷ്ഹദുൽ മുഖറബൂൻ. ആരാ കാണല് അറിയാം? റിക്കാർഡ് കാണല്, നിന്റെ റിക്കാർഡ്. ഞാനിവിടെ നന്നായി ജീവിച്ചാൽ, ഞാൻ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ എൻ്റെ റിക്കാർഡ് അവിടെ എവിടെ വെക്കുന്നത്? അള്ളാഹിന്റെ അടുത്തുള്ള ഇല്ലിജൂനിൽ കൊണ്ടുപോയി വെക്കുന്നു. ആരാണ് അത് കാണുന്നത്? യഷ്ഹദുൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുക അവിടെ ഉള്ളത്. ഈ ഉന്നത സ്ഥാനത്ത് അതിനെ വെച്ചിട്ട് റിക്കാർഡ് അവിടെ വെച്ചിട്ട് പറയുന്നു, വരെയും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് തന്നെ ഖബറിലേക്ക് തന്നെ അങ്ങോട്ട് മടക്കിയേക്കും. അവിടെ വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൽ എങ്ങനെയാവണം നമ്മുടെ ആത്മാവ്? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഈ സുന്ദരന്മാരായ മലക്കുകളും അങ്ങനെ ആകാശങ്ങളിലുള്ള സകല മലക്കുകളും സ്വാഗതം ചെയ്യുകയും നമ്മുടെ പിന്നാലെ പോരുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ഉന്നതമായ മഹത്തായ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണമോ? അതല്ല നേരത്തെ പറഞ്ഞ മാതിരി ചവിട്ടി താഴ്ത്തി പിശാചുകളുടെ കുറിക്കന്മാരുടെ ഏതോ അതിലേക്ക് ഓരിയെട്ടിക്കൊണ്ട് നടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അതപ്പതിക്കണോ? എന്താണ് വേണ്ടത്? നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇതിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, നാളേക്ക് വെക്കേണ്ടതല്ല. നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമാണ്. വേറെ ഏതോ മനുഷ്യന്മാരെ പറ്റി പണ്ടത്തെ കഥ പറയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിക്കും. അങ്ങനെ ആ ഖബറിലെത്തിക്കഴിഞ്ഞാലോ, ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഈ റൂഹും ശരീരവും തമ്മിൽ ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ അതാ 2 മലക്കുകൾ വരുന്നു. ആദ്യം പറഞ്ഞ ആ നീചൻ, ആ നഫ്സ് ഹബീസ, ആ ദുഷിച്ച ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആ മനുഷ്യനെ സംബന്ധിച്ച് അവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക്ക്, ആരാണ് എൻ്റെ റബ്ബ്?
പറയാൻ അറിയില്ല, എനിക്ക് നിശ്ചല്ല, നിശ്ചല്ല, പറയാൻ നിശ്ചല്ല. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് വേണ്ട വിധം ഇവിടെ അംഗീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവിടെ അംഗീകരിച്ചു കളവ് പറയാൻ നടക്കൂല. അറിയില്ല എന്ന് പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ നോക്കുന്നു. നിന്റെ ദീനെന്താ? അങ്ങനെ ദീനൊന്നും എനിക്കുണ്ടായില്ല. പുള്ളു പറയാൻ പറ്റൂല, പുള്ളു പറയാൻ കിട്ടൂ, അപ്പം കിട്ടൂ. ദീനിൻ്റെതാണെന്ന് പറയാൻ പറ്റൂല. ഇതാരാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഇതാരാന്നറിയോ? അറിയില്ല. ഒരു നബിനെ പണ്ട് അറിഞ്ഞിട്ടില്ല ദുനിയാവിന്. ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താ സംഭവിക്കാന്നൊന്നും വിശദീകരിക്കാൻ ഇപ്പൊ സന്ദർഭമല്ല. ഏതായിരുന്നാലും അവന് നരകവുമായി ആ കബറിനെ അങ്ങോട്ട് ബന്ധിപ്പിക്കുന്നു. ഇപ്പൊ കിടക്കുന്ന ഈ കബർ ഇങ്ങോട്ട് ഇടുങ്ങിയിട്ട് ഇവന്റെ വാര്യലിനൊക്കെ കൂടിയിട്ട് ഇടുങ്ങി ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് നരകവുമായി നരകത്തിലേക്ക് ഒരു വാതിൽ കൂടി തുറന്നു വെക്കുന്നു. ആ വാതിലിലൂടെ നാരകീയമായ ശിക്ഷകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവൻ ആ കബറിൽ വെച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. രണ്ടാമതിനി പുനർജീവിപ്പിക്കപ്പെടുന്നത് വരെ ആ ചെറിയ തരത്തിലുള്ള നരക ശിക്ഷയുടെ ഏതാനും തുല്യമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കാണാം, ഒരു കറുകറുത്ത ഭയങ്കര ജന്തു, ഒരു ഭീകര സൃഷ്ടി അവന് മുമ്പിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ടോ? ആരാത്? എന്താണ് എന്താണ് പരിഭ്രമിച്ച് ബേജാറായി എന്താണെന്ന് അറിയാതെ അവൻ ചോദിക്കുന്നു. ഇന്ന് മനസ്സിലായോ? ഇല്ല. ആ ദുന്യാവിൽ ജീവിച്ചപ്പോൾ നീ ചെയ്ത അമലിലെ ദുഷ്കർമ്മങ്ങൾ അതാണോ ഞാൻ? അനുഭവിച്ചോളൂ. ഇനി രണ്ടാമത് ജീവിപ്പിക്കുന്നവരെ അനുഭവിച്ചോ എന്നൊരു താക്കീതും ചെയ്ത് ഭയപ്പെടുത്തി ആ സത്യം, ആ ഭയങ്കര സത്യം മറഞ്ഞു പോകുന്നു. പിന്നെ ഇവൻ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് രണ്ടാമത് സൂര്യനെ രണ്ടാമത്തെ ഊറ്റിൽ ജീവിപ്പിക്കപ്പെടുന്നത് വരേക്കും എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളിലെ ആത്മാവ് ആ കബറിൽ കഴിയുന്നത് ഒരു തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ്. ഒരു സ്വൈര്യവും അവിടെ ഇല്ല, ഒരു സമാധാനവും അവിടെ ഇല്ല. നമ്മളിൽ ചില വലിയ കിനാവ് കണ്ടിട്ട്, ചില ഇടങ്ങേറ് പിടിച്ച കിനാവ് കണ്ട് ഇങ്ങനെ ഇടങ്ങേറാറില്ലേ ഉറക്കല്? അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ വിഷമങ്ങൾ തന്നെ സഹിച്ചുകൊണ്ട് നീണ്ട കാലം ആ കബറിൽ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. ഇത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ രണ്ടിലൊന്നേ എന്നുള്ളൂ, വേറെ മൂന്നാമത്തൊന്നില്ല. നബിയുടെ ഭാഷയിലും ഖുർആന്റെ ഭാഷയിലും ഈ രണ്ടിലൊന്നല്ലാതെ മൂന്നാമത്തൊന്നില്ല. ഈ ഇനത്തിൽ നമ്മൾ പെടണോ? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ആത്മാവിനെ ഇപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് എന്ത് രൂപമാണ് അതിന് കൊടുക്കുന്നത്? ശുദ്ധമായ രൂപം നൽകുന്നുണ്ടോ, മ്ലേച്ഛമായ രൂപം നൽകുന്നുണ്ടോ എന്ന് ആലോചിച്ചോളൂ. അതേ അവസരത്തിൽ മറ്റേ നഫ്സില്ലേ, നല്ല മനുഷ്യൻ, നല്ല ആത്മാവ്, അതിനോട് ചോദിക്കുന്നു, ഇതല്ല എൻ്റെ റബ്ബ് അള്ളയാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഞാൻ അങ്ങനെ. അപ്പോഴേക്ക് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്ന് സ്വർഗത്തിൻ്റെതായ സുഖങ്ങൾ, ആ സുഖാനുഭൂതികളുടെ ഒരു വശം ഈ മനുഷ്യനുമായി ബന്ധിപ്പിച്ച് ഇവനെ വളരെ സുഖത്തിൽ ജീവിക്കാൻ വിടുന്നു. അങ്ങനെ ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിസുന്ദരനായ ഒരു മനുഷ്യൻ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. കാണുമ്പോഴേക്ക് നമുക്ക് ഇതുവരെയുള്ള സന്തോഷമൊക്കെ മാറാം, അതിനേക്കാൾ വലിയ സന്തോഷം കാണുമ്പോഴേക്കും അത്രക്കും സുന്ദരമായ രൂപത്തിൽ. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലല്ലോ. ഞാനാടോ ഇയാടെ കുറേ വിഷമിച്ച് നിസ്കരിച്ച് നോമ്പൂറ്റു സദക്ക ചെയ്ത് പാവങ്ങളെ സഹായിച്ചു, ദീനിനെ സഹായിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? അതൊക്കെ കൂടിയാണ് ഞാനിപ്പോൾ അത്. എനിക്ക് ജയിച്ചു പോയടോ, സാരല്ല, ജയിക്കാൻ ഒന്നും സന്തോഷമേ ഉള്ളൂ, ഇനി എവിടെയും ദുഃഖിക്കേണ്ടി വരില്ല, സുഖമായി ഉറങ്ങിക്കോ. നൗമത്തിൽ അറൂസ്, പുതിയാപ്പിളാരെ ഉറങ്ങുന്ന മാതിരി. അതൊന്ന് പറയാതിന്റെ ശരിയായ ഉദാഹരണമൊന്നും അല്ല. സുഖമായി ഉറങ്ങിക്കോളൂ, മറ്റേത് വരുന്നത് വയ്ക്കും. അപ്പോഴൊക്കെ മൂപ്പർക്ക് എന്താ പറയാനുള്ളത്? പക്ഷേ ആ കിയാമത്തൊന്ന് വേഗം കിട്ടി വരട്ടെ. ആ കിയാമൊക്കെ വേഗം വന്നാൽ എൻ്റെ ആപ്പയും അമ്മയും കുട്ടികളും ഒക്കെ ഒന്നായിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാനോ? അത് അധികം കാലമൊന്നും വേണ്ട പഠിച്ചോനെ, അത് വേഗം വന്നോട്ടെ. മറ്റോനോ ഓനത് കാണുമ്പോഴേക്ക് പോയി അതോ അതിലേക്കാ പോകേണ്ടി വരിക, അതുകൊണ്ട് അടുക്കല്ലേന്ന് മറ്റേ ജന്തു വേദാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവിടെ അതൊന്ന് വേഗം വന്നോട്ടെ എന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ ഈ രണ്ടവസ്ഥയിൽ രണ്ടിലൊന്നിൽ നമ്മളൊക്കെ പെടും. എല്ലാവരും പെടും, ആരും രക്ഷപ്പെടൂല. അതിൻ്റെ ശ്രമമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പാതയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ അമലുകൾ കൊണ്ട്, നിയത്തുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കുന്നുണ്ടെങ്കിൽ ആ സ്വർഗീയ പാത വെട്ടിത്തെളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നരകത്തിലേക്കുള്ള മറ്റാണ് പാത വെട്ടിത്തെളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ആരും മുക്തമല്ല. ഇതാരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാതിരിക്കാൻ ആർക്കും ഒരു സാധ്യവുമല്ല. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ നന്നായി ഓർമ്മയിലിരിക്കട്ടെ. ഇനി മറ്റേ മനുഷ്യന്റെ കഥ ഇനി പറയാനേ ഇല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഓർക്കുന്നതെന്നാണ്. ഇവർക്ക് അതിൻ്റെ ഇടയിൽ വേറെ ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും ചില വിചാരങ്ങളും നമ്മളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ ചില ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. ഒരിക്കല് ഉഹദില് കുറെ ആളുകൾ ഷഹീദായല്ലോ. അപ്പോൾ അല്ലാഹു ഈ ആളുകളുടെ അറുവാഹികളെ പിടിച്ചിട്ട് നല്ല പക്ഷികളുടെ മേടകളിലാക്കി, പക്ഷികളുടെ മേടകളിലാക്കിയിട്ട് അതിനെങ്ങനെ സ്വർഗത്തിലേക്കാണ് വിട്ട്. എന്നിട്ട് അവ സ്വർഗത്തിൽ ഇങ്ങനെ പാറി ആ സ്വർഗത്തിൻ്റെ വയങ്ങളും സ്വർഗത്തിൻ്റെ വെള്ളവും കുടിച്ചും തിന്നും കൊണ്ടിങ്ങനെ സുഖിച്ചാറാടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ അറശിൽ കെട്ടിയിട്ടില്ല. ഇതൊക്കെ ചില ചിത്രീകരണങ്ങളാണ്. വല്ലാതെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട, അപ്പോഴേക്ക് ഉദ്ദേശം നഷ്ടപ്പെടും, നിങ്ങൾ നഷ്ടത്തിലാകും, അങ്ങോട്ട് പോകണ്ട. ഈ മാതിരി കെന്തീലുകൾ അരശിൽ കെട്ടിയിട്ടുള്ള ചില വിളക്കുകളിലൊക്കെ തുള്ളി ചാടി കളിച്ച് 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 മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അറുവാഹികൾ. ഇങ്ങനെ ഈ സുഖവും ആനന്ദവും സുഖങ്ങളൊക്കെ കൂടി കണ്ടപ്പോൾ ആ റൂഹുകൾക്ക് തോന്നി, പഠിച്ചോനെ, ഭൂമിയിൽ നമ്മളെ ഈ ഉഹദിൽ വന്ന നമ്മളൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഉഹദിൽ പരാജയമൊക്കെ സംഭവിച്ചു, അവരാരെങ്കിലും യുദ്ധം ചെയ്യാൻ ഇനി മടിച്ചളിയോ? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ആനന്ദവും സുഖവും ഒക്കെ നമ്മൾ ആ സുഹൃത്തുക്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇപ്പം ഇതുവരെ വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഈ സുഹൃത്തുക്കൾ അവരിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പഠിച്ചണം വരാനായ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വരെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അത് ഞാൻ അറിയിച്ചോളാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. ഈ അടിസ്ഥാനത്തിലാണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹും റബ്ബുഹും വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവര് മരിച്ചുപോയി, മണ്ണായിപ്പോയി, നശിച്ചുപോയി എന്ന് നിങ്ങൾ അവരെ സംബന്ധിച്ച് ഒരിക്കലും ധരിക്കണ്ട. അവർ അള്ളാഹുവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹു അവർക്ക് നല്ല ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ സുഖിച്ച് മതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം വരാനിരിക്കുന്ന ആ ആളുകളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് അവരും സന്തോഷിക്കുന്നു. ഇതുവരെ വന്നിട്ടില്ലാത്ത അവരും ഇങ്ങനെ വരുമ്പോൾ അവർക്കും യാതൊരു സുഖവും ദുഃഖവും ബേജാറും ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയും ഇവർ സന്തോഷിക്കുന്നു. നമുക്ക് വേണ്ടിയും അവർ ജീവിച്ച പോലെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് വേണ്ടിയും അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരും നമ്മളെ പോലെ ആകുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആണ് ഖുർആനിലും ഹദീസിലും ഈ ആത്മാക്കളെ സംബന്ധിച്ച് പിന്നീട് വിവരിക്കുന്നത്. ഇത് ശുഹദാക്കളെ മാത്രം ബാധിക്കുന്ന ഒന്നൊന്നുമല്ല. ശുഹദാക്കൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും കുറച്ചേറെ ഉണ്ടാകും എന്നല്ലാതെ മൂമിനീങ്ങളുടെ ആത്മാക്കൾക്കെല്ലാം ലഭിക്കാൻ പോകുന്ന ആനന്ദകരമായ ഒരു അവസ്ഥ തന്നെയാണിത്. നസമത്തുൽ മുഅ്മിൻ തായിറുൻ യഅരികു മിൻ ശജറത്തിൽ ജന്ന. മൂമിനിന്റെ റൂഹ്, മൂമിനിന്റെ ആത്മാവ് ഒരു പക്ഷിയായി സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ ഇങ്ങനെ ചാടിക്കളിച്ച് തിന്ന് മതിച്ചു കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ ആത്മാവിനെ ആ നാരകീയ ശിക്ഷ അനുഭവിച്ച് ഫിർഔനെ സംബന്ധിച്ച്, ഫിർഔൻ കുടുംബത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, അന്നാർ യുറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമൽ ഖിയാമത്തി യുറദൂന ഇലാ അശദ്ദിൽ അദാബ്. ഫിർഔൻ ഇവിടെ മൂസാ അലൈഹിസ്സലാമിനെ കൗമിനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം ഉപദ്രവിച്ച ആ മനുഷ്യൻ കടലിലിട്ട് മുക്കി കൊല്ലപ്പെട്ടതിന് ശേഷം, അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നരകം ഓരോ ദിവസവും ആ ഫിർഔൻ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ളത്. കുറച്ച് ആളുകൂടി അവിടെ തന്നെ നിൽക്കി, അവസാനം നിങ്ങൾക്ക് വരാനുള്ളത് ഇതാണ്. യുറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ. ഓരോ ദിവസവും രാത്രിയും പകലും ഈ നരകം അവർക്ക് കാണിക്കപ്പെടുന്നു, അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ ഖിയാമത്ത് നാളിൽ കഠിനമായ ശിക്ഷയിലേക്ക് അവരെ തള്ളപ്പെടുന്നു. അതുവരേക്കും ഈ ഖബറിൽ, ആലമുൽ ബർസഖിൽ അവര് ഇങ്ങനെയുള്ള വിഷമങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ഖുർആന്റെ നസ്സാണ്. അപ്പോൾ
നഫ്സുൻ ഖബീസക്ക് നിരന്തരമായ പീഡനങ്ങളും നിരന്തരമായ വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ആലമുൽ ബർസഖിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ആവണോ ഞാനും നിങ്ങളും? ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. നഫ്സുൻ തയ്യിബക്ക് എവിടെയും എപ്പോഴും സ്വാഗതം. സ്വർഗീയ ആനന്ദങ്ങൾ, എന്തെന്നില്ലാത്ത ആനന്ദങ്ങൾ, ആ സ്വർഗത്തിലൊക്കെ പാറി കളിച്ച് നടക്കാനുള്ള അവസരം ഇത് അവർക്ക് ലഭിക്കാൻ പോകുന്നു. ആലമുൽ ബർസഖിൽ ഏത് ഇനത്തിലേക്ക് നമ്മൾ ഉൾപ്പെടണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും നബിയുടെ സുന്നത്തും ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നു. ഇനി കൂടുതൽ സംസാരിക്കാൻ ഇപ്പോൾ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് ഇത് എന്നെയും നിങ്ങളെയും ഇപ്പോൾ നേരിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്കും നിങ്ങൾക്കും ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്ന, എന്നിട്ട് എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കപ്പെടുന്ന ഒരവസ്ഥ നാം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലേതിലാവണം എന്ന് വളരെ ശരിക്കും ആലോചിച്ച്, ഗൗരവപൂർവ്വം ആലോചിച്ച്, മരണത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട്, ഇതാണ് മരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതാണ് മരിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം ജീവിതത്തെ സംസ്കരിക്കാനും നന്നാക്കുവാനും, എന്നിട്ട് ആ നഫ്സ് തയ്യിബയുടെ സ്വർഗീയ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നിങ്ങൾ പരിശ്രമിച്ചാൽ നമ്മൾ വിജയിച്ചു. അല്ലെങ്കിൽ എന്തും ശാശ്വതമായ പരാജയം. അതുകൊണ്ട് വേണ്ട വിധം ആലോചിച്ച് ആത്മപരിശോധന നടത്തി ജീവിതത്തെ സംസ്കരിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഈ ഭൂമിയിൽ വരുന്നവരൊക്കെ മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.